ലോക ചാപ്റ്റർ 2 ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ടീസർ ഇപ്പോഴത്തെ വേഫാർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആദ്യ സിനിമ തീർന്നപ്പോഴേ നമുക്കറിയായിരുന്നു ചാത്തന്മാരാണ് ഇനി ചാപ്റ്റർ 2 വരാൻ പോകുന്നത്. ചാത്തന്മാർ വരും എന്നായിരുന്നു എൻഡിൽ എഴുതി കാണിച്ചത്. ഈ ഒരു ടീസറിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ടൊവിനോയുടെ മൈക്കിൾ ചാത്തനെയും മൈക്കിളിൻ്റെ കൂടെ വരാൻ പോകുന്ന 359 ഇരട്ട സഹോദരങ്ങളായ ചാത്തന്മാരെയും ആണെങ്കിലും ഒഡിയനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഇൻഫോസ് കിട്ടുന്നുണ്ട്. DQ ചെയ്ത ചാർലി എന്ന ഒഡിയൻ ക്യാരക്ടർ ഇമ്മോർട്ടലാണെന്നും ഹിറ്റ്ലറിനെ കൊന്നതുവരെ ഈ ഒരു ചാർലി ആണെന്നും അടക്കമുള്ള ഒരുപാട് ഞെട്ടിക്കുന്ന ഇൻഫോസാണ് നമുക്ക് ഈ ഒരു ഗ്ലിംസിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ടു ഷോഡൗൺ ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷൻസിൽ ഒന്നായിരുന്നല്ലോ ഹോളി ഗ്രെയിൽ കഫേ. ഈ ഒരു കഫേയുടെ ബേസ്മെൻറ്റിൽ വെച്ചാണ് ദുൽഖറിൻ്റെ ക്യാരക്ടറായ ചാർലി എന്ന ഒഡിയനെ നമ്മൾ ആദ്യമായി കാണുന്നത്. ഈ ഒരു ക്യാരക്ടർ എന്താണെന്ന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യൽ ക്രെഡിറ്റ്സിൽ തന്നെ ദുൽഖർ സൽമാൻ ഒഡിയൻ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒഫീഷ്യലി കൺഫേം ആണ് ഈ ഒരു ക്യാരക്ടർ ഒഡിയൻ ആണെന്നുള്ളത്. പിന്നെ ആ ഒരു സീനൊക്കെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ടൊവിനോ പറയുന്നുണ്ടായിരുന്നു താൻ ചാർലിയുടെ കൂടെ പോവാണെന്നൊക്കെ. അപ്പോൾ ചാർലി എന്ന് ഉദ്ദേശിക്കുന്നത് ഒബ്വിയസ്ലി ദുൽഖറിനെയാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ചാർലി ദുൽഖറിൻ്റെ ഏറ്റവും ഹിറ്റായിട്ടുള്ള മൂവീസിലൊന്നാണ്. റീസെൻ്റ്ലി റൈറ്റേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടറിന് ആ പേര് കൊടുത്തതെന്ന്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും നേരത്തെ തന്നെ നല്ല ഫ്രണ്ട്സ് ആണെന്നൊരു ക്ലൂ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മളുടെ കോംബോ സീനൊന്നും സിനിമയിൽ കിട്ടിയില്ല. പക്ഷേ അത്തരത്തിലൊരു കോംബോ സീൻ ഇപ്പോൾ അതേ ഈ ഒരു ഗ്ലിംസിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ടൊവിനോയുടെ മൈക്കിൾ ചാത്തനും ദുൽഖറിൻ്റെ ഒഡിയൻ ചാർലിയും കൂടെ സംസാരിച്ചിരിക്കുന്ന ഒരു സീനാണ് നമുക്ക് മോസ്റ്റ്ലി ഈ ഒരു ഗ്ലിംസിൽ കിട്ടുന്നത്. ഇതിലൂടെ ഒരുപാട് വലിയ വലിയ ഇൻഫോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ചാത്തനേക്കാൾ കൂടുതൽ ഒഡിയനെ കുറിച്ചാണ് നമുക്ക് ഇൻഫോസ് കിട്ടുന്നത്. ആദ്യം കേൾക്കുന്നൊരു കാര്യം ഒഡിയൻ ഇമ്മോർട്ടലാണ് എന്നുള്ളതാണ്. എന്നെ കുറച്ച് കാലം കൂടുമ്പോൾ ഇങ്ങനെ വിളിച്ചുകൂടെയെന്ന് മൈക്കിൾ ചോദിക്കുന്നുണ്ട്. ഒരു 50 കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 100 കൊല്ലം കൂടുമ്പോൾ വിളിച്ചുകൂടെയെന്ന്. സോ ഇതിലൂടെ തന്നെ റിവീലായി ഒഡിയൻ ഇമ്മോർട്ടലാണ്. നമുക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഒഡിയനായിട്ട് വരുന്ന ക്യാരക്ടർ ഇമ്മോർട്ടൽ ആകുമോ എന്നുള്ളത്. കാരണം ഒഡിയൻസ് എന്ന് പറയുന്നത് യൂഷ്വലി കൺകെട്ട് വിദ്യകൾ കാണിക്കുന്ന ഹ്യൂമൻസ് ആയിട്ടാണല്ലോ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നീലി ഇമ്മോർട്ടലാണെന്ന് നമുക്കറിയാം, ചാത്തൻ ഇമ്മോർട്ടലാണെന്നറിയാം, പക്ഷേ ഒഡിയൻ ഇമ്മോർട്ടലാണെന്ന് കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഇപ്പം ഒഫീഷ്യലി കൺഫേം ആയിരിക്കുകയാണ് ഒഡിയനും ഇമ്മോർട്ടൽ തന്നെ. ഇപ്പോൾ സിനിമയുടെ തുടക്കത്തിലെ ആനിമേഷനിൽ ദുൽഖറിൻ്റെ മുഖസാദൃശ്യമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ പല കാലഘട്ടത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അമ്പും വില്ലും പിടിച്ചൊരു ക്യാരക്ടർ, അതേപോലെ പിന്നെ വാളൊക്കെ പിടിച്ചൊരു വാരിയർ, അങ്ങനെ കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഒഡിയൻ ഇമ്മോർട്ടൽ ആകില്ലല്ലോ എന്നൊരു പെർസ്പെക്റ്റീവിലാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ആൻസസ്റ്റേഴ്സ് ആയിരിക്കാം, ഈ ഫാൻ്റെ ഒക്കെ പോലെ തലമുറകൾ കൈമാറി വരുന്ന ഒരു വാരിയർ ആയിരിക്കാം ഒഡിയൻ. ഒരാൾ മരിക്കാൻ പോകുമ്പം അയാളുടെ മകന് അടുത്ത ആ ഒരു സ്ഥാനം കൊടുക്കുന്നു, അങ്ങനെ ആകാമെന്ന് കരുതി. അല്ലെങ്കിൽ ഒരുപക്ഷെ പുനർജന്മങ്ങളാകാമെന്ന് കരുതി. പക്ഷെ അതൊന്നുമല്ല, ഇമ്മോർട്ടൽ ആണെന്ന് ഇപ്പോൾ അത് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. സോ ഒഡിയൻ ഈസ് ഓൾസോ ഇമ്മോർട്ടൽ ഇൻ ദിസ് യൂണിവേഴ്സ്. എന്നിട്ട് മൈക്കിൾ ദേ ലിവ് അമംഗ് ബുക്ക് എടുത്ത് കാണിക്കുന്നു. ഇതിൻ്റെ ചാപ്റ്റർ 1 അവളെ പറ്റിയാണ്, കള്ളിയങ്കാട്ട് നീലിയെപ്പറ്റി എന്ന് പറയുന്നുണ്ട്. സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ ചാപ്റ്റർ 1 ചന്ദ്ര അഥവാ നീലിയെക്കുറിച്ചിട്ടാണ്. ചന്ദ്രയാണ് അതിലെ മെയിൻ ലീഡും ടൈറ്റിൽ ക്യാരക്ടറും. അതങ്ങനെ ഒരു ഇൻസൈഡ് ജോക്ക് എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ചാപ്റ്റർ അഥവാ ചാപ്റ്റർ 2 തന്നെക്കുറിച്ചാണ് മൈക്കിൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സിനിമ അടുത്ത് വരാൻ പോകുന്ന ചാപ്റ്റർ 2 ചാത്തന്മാരെ കുറിച്ചിട്ടാണ്. എന്നിട്ട് ഒഡിയനോട് പറയുകയാണ് തൻ്റെ ചാപ്റ്റർ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ചാപ്റ്റർ 3 ആണോ 4 ആണോ എന്നൊന്നും പറയുന്നില്ല, തൻ്റെ ചാപ്റ്റർ വായിച്ചു എന്ന് മാത്രം പറയുന്നു. ഐ തിങ്ക് ചാപ്റ്റർ 3 തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ചാപ്റ്റർ 1 എങ്ങനെയാണോ ടൊവിനോ വന്നത് അതുപോലെ ആയിരിക്കും ചാപ്റ്റർ 2 ദുൽഖർ വരാൻ പോകുന്നത്. ടൊവിനോ സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് കടന്നു വന്നത്, ഒരു ഇമ്പോർട്ടൻറ്റ് റോളിൽ കടന്നു വന്നു, പക്ഷേ പിന്നീട് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ട് പോകുന്നു. അതുപോലെ തന്നെ ആയിരിക്കും ചാപ്റ്റർ 2 ദുൽഖർ വരാൻ പോകുന്നതും. സിനിമയുടെ സെക്കൻഡ് ഹാഫിലായിരിക്കും ഒരു ക്യാരക്ടർ വരിക, അല്ലെങ്കിൽ ഒരു ചാത്തന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് ടൊവിനോയെ ഹെൽപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിലോ മറ്റോ ടീസ് ചെയ്തിട്ട് ചാപ്റ്റർ 3 ഒഡിയൻ അഥവാ ചാർലിയുടെ കഥയായിരിക്കും. അടുത്താണ് ഈ ഒരു ഹോൾ ഗ്ലിംസിലെ ഏറ്റവും ഞെട്ടിച്ച പോർഷൻ. ചാത്തൻ ഒഡിയനോട് ചോദിക്കുകയാണ് ഹിറ്റ്ലറിനെ കൊന്ന താനല്ലേ എന്ന്. ഈ ഒരു ദേ ലിവ് അമംഗ് ബുക്കിൽ നിന്നാണ് ഈ ഒരു ഇൻഫോ ചാത്തന് കിട്ടിയത്. സോ നമ്മൾ ഇതുവരെ നമ്മുടെ നാട്ടിലെ മിത്തുകളും ഒക്കെ ആയിട്ടാണ് പോയത്. മുത്തോനടക്കമുള്ള കാര്യങ്ങൾ ഗ്ലിംസായിട്ട് കാണിച്ചതേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിലൊരു ഡയറക്റ്റ് ആൾട്ടർനേറ്റ് ഹിസ്റ്ററി കണക്ഷൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. സോ നമ്മൾ ഇതുവരെ കണ്ട ഒരു ചെറിയ കളിയല്ല, ഇനി വലിയ കളികളാണ് വരാൻ പോകുന്നതെന്ന് ഓപ്പണിംഗ് ആനിമേഷനിലൂടെ തന്നെ മനസ്സിലായിരുന്നു. പക്ഷേ ഓവറോൾ ഹിസ്റ്ററിയെ തന്നെ റീറൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പോർഷൻസ് ആയിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതെന്ന് ഇതിലൂടെ കൺഫേം ആയി. ഹിറ്റ്ലറിൻ്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കഥയായിരിക്കും. ഹിറ്റ്ലർ വേൾഡ് വാർ അവസാനിക്കാറായി, പുള്ളി തോക്കാറായി എന്നൊരവസ്ഥയായപ്പോഴേക്കും സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പക്ഷേ ഒരുപാട് കോൺസ്പിറസീസ് ഹിറ്റ്ലറിൻ്റെ മരണത്തെപ്പറ്റി വന്നിട്ടുണ്ട്. ഹിറ്റ്ലർ ശരിക്കും മരിച്ചിട്ടില്ല എന്നും ഡെത്ത് ഫേക്ക് ചെയ്ത് പിന്നീട് ജീവിച്ചിരുന്നു എന്നും ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്തതല്ല ആരോ കൊന്നതാണെന്നൊക്കെ ഒരുപാട് റൂമേഴ്സും കോൺസ്പിറസി തിയറീസും പണ്ട് മുതലേ ഉണ്ട്. അത്തരത്തിലുള്ളൊരു തിയറി ഈ ഒരു ലോകത്ത് ശരിക്കും നടന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. ഹിറ്റ്ലറിനെ കൊന്നത് ദുൽഖറിൻ്റെ ചാർലി അഥവാ ഒഡിയനാണെന്നുള്ളത്. അപ്പോൾ ഹിറ്റ്ലറിനെ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല ഫിഗേഴ്സിനെയും പല കാലഘട്ടങ്ങളിലായിട്ടുള്ളത് കൊണ്ടുവരാൻ ഫ്യൂച്ചർ മൂവീസിൽ സാധ്യമാണ്.
അപ്പോൾ അതെങ്ങനെ ഇവർ യൂസ് ചെയ്യുമെന്ന് പറയാൻ കുറച്ചുകൂടി എക്സൈറ്റ്മെൻ്റ് ആയി. ഇതുവരെ നമുക്ക് ഇവിടെയുള്ള മിക്സും അതേപോലെ ഫോക്ലോറും ഒക്കെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിന് ഇവർ കൊണ്ടുവരുന്നു. സോ ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ കേരള ലെവലിലുള്ള ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള പല ഫിഗേഴ്സിനെയും നമുക്ക് മേ ബി ഫ്യൂച്ചർ സിനിമകളിൽ കാണാൻ സാധിച്ചേക്കാം. അതൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് അറിയാനും വളരെയധികം എക്സൈറ്റ്മെൻ്റ് ആണ്. എന്തായാലും ഒടിയനെ പറ്റി ആകെ നമുക്ക് രണ്ടേ ഇൻഫോയാണ് കിട്ടുന്നതെങ്കിലും ഇറ്റ് വാസ് ഹ്യൂജ്. ഒന്ന് ഒടിയൻ ഇമ്മോർട്ടലാണ്, രണ്ട് ഹിറ്റ്ലറിനെ കൊന്നത് ഒടിയനാണ്. സോ ഈ ഒരു ക്യാരക്ടറിന് ഇൻസ്റ്റൻ്റ്ലി ഒരു ഹൈപ്പ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത പാട്ടിൽ ഇത്രയും ചാത്തന്മാരെ കാണാൻ വെയിറ്റ് ചെയ്തതിനെക്കാട്ടി ഹൈപ്പ് ഒടിയൻ എന്നീ ഒറ്റ ക്യാരക്ടർ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂടി വന്നിരിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഒടിയൻ എന്ന് പറയുന്നത് ഒരാളല്ല, നമുക്കറിയാം. ഇപ്പോൾ ലാലേട്ടൻ്റെ ഒടിയൻ സിനിമ എടുത്താലും അതിൽ ഒരുപാട് ഒടിയന്മാർ വരുന്നുണ്ട്. പണ്ട് മുതലേ ഇഷ്ടംപോലെ ഒടിയന്മാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ദുൽഖറിൻ്റെ ചാർലി ഒരേ ഒരു ഒടിയൻ മാത്രമാണ്. ഇനി ഇതുപോലെ വേറെയും ഒടിയന്മാർ കണ്ടുകൂടെ? നമ്മുടെ ചാത്തന്മാരെ പോലെ 390 പേര് ഐഡൻറ്റിക്കൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഇയാളൊരു ഒടിയൻ, ഇതുപോലെ ഇയാളുടെ കൂടെ നിൽക്കുന്ന ഒരു ഒടിയൻ ക്ലാൻ, അവിടെ ട്രെയിൻ ചെയ്ത് ഒടിയനായ കുറേ പേര്. ഇവരെല്ലാവരും ഇമ്മോർട്ടലാണോ എന്നറിയില്ല. മേ ബി ചാർലി മാത്രമായിരിക്കും ഇമ്മോർട്ടൽ, വേറെ ഇമ്മോർട്ടൽസ് കാണുമായിരിക്കും. അങ്ങനെയൊക്കെ ഒടിയൻ്റെ ലോറിലോട്ടും കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറേ ക്ലൂസ് ഇങ്ങനെ നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലേക്ക് വരികയാണ്. എന്തായി തീരുമെന്ന് അടുത്ത ചാപ്റ്ററിൽ തന്നെ കണ്ടറിയാം. അപ്പോൾ ഒടിയന്മാരെ പറ്റിയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ശ്രദ്ധിക്കുക, നമുക്ക് ചാത്തനിലേക്ക് പോവാം. മൈക്കൽ ചാത്തൻ ചാർലിയോട് പറയുന്നുണ്ട് തൻ്റെ ചേട്ടൻ ഇപ്പോൾ പുറത്ത് ചാടിയിട്ടുണ്ട്, ആളൊരു ഭ്രാന്തനാ, ആ ചേട്ടന് വേണ്ടത് തന്നെയും അതേപോലെ മൂത്തോനെയും ആണെന്നുള്ളത്. സോ ടൊവിനോയുടെ ചേട്ടൻ ചാത്തനെ നമ്മൾ ഓൾറെഡി ലോക 1 കണ്ടിട്ടുണ്ടായിരുന്നു. ലോക 1 പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വിജയ് മേനോൻ്റെ ക്യാരക്ടർ വന്നിട്ട് സി മിസ്റ്റർ ചാത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ഫോട്ടോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ആക്ച്വലി ടൊവിനോയുടെ അതേ മുഖം, അതായത് മൈക്കിളിൻ്റെ അതേ മുഖമുള്ള മറ്റൊരാളാണെന്ന്. അപ്പോഴാണ് മൈക്കിൾ റിവീൽ ആവുന്നത് തന്നെ പോലുള്ള 389 ഇരട്ട സഹോദരങ്ങളുണ്ടെന്ന്. സോ അങ്ങനെ 390 ചാത്തന്മാരാണ് മൊത്തത്തിലുള്ളത്. നമ്മുടെ കേരള ഐതിഹ്യം എടുത്താലും ഇത് ആക്യുറേറ്റ് ആണ്. ഐതിഹ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരേ ഒരു ചാത്തനാണ് ആദ്യം ഉണ്ടായിരുന്നത്, വിഷ്ണുമായ ചാത്തൻ. വിഷ്ണുമായ ചാത്തൻ മൃഗാസുരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വയം 400 സ്പ്ലിറ്റ് ആവുന്നു. അങ്ങനെ 400 കുട്ടിച്ചാത്തന്മാരുണ്ടാകുന്നു. ഇതിൽ 10 കുട്ടിച്ചാത്തന്മാർ ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബാറ്റിൽ സ്വയം സാക്രിഫൈസ് ചെയ്യുന്നു. അങ്ങനെ 390 ചാത്തന്മാർ മാത്രം ബാക്കിയാവുന്നു. ഈ ഒരു സെയിം കോൺസെപ്റ്റാണ് ലോക യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരുന്നത്. ടോട്ടൽ 390 ചാത്തന്മാരായിരിക്കും ഉണ്ടാവുക. ഇവർക്കെല്ലാവർക്കും ഒരേ മുഖമായിരിക്കും, ടൊവിനോയുടെ ഒരേ മുഖമായിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു ചാത്തനെയാണ് നമ്മൾ സിനിമയുടെ അവസാനം കാണുന്നത്. ആൻഡ് ടൊവിനോയുടെ മൈക്കിൾ ചാത്തൻ പറയുന്ന പോലെ എല്ലാവരും പുള്ളിയെ പോലെ അത്ര ഇന്നസെൻ്റ് അല്ല, ചിൽ വൈബല്ല, കൂടുതലും ദുഷ്ടന്മാരാണ്. അപ്പോൾ ഈ 390 പേരിൽ ഏറ്റവും അധികം ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഈ ഒരു ഗ്ലിംസിൽ പറയുന്നതും ആദ്യ സിനിമയുടെ അവസാനം കാണിച്ചിട്ടുള്ളതുമായ ചേട്ടൻ ചാത്തനാണ്. ഒരു ഭ്രാന്തനാണെന്നും പറയുന്നതല്ലാതെ ഒരു ചാത്തൻ്റെ പേരൊന്നും പറയുന്നില്ല. അത് ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് നമുക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാത്തനെ പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു മൈക്കിളിനെ മാത്രമല്ല മൂത്തോനെതിരെയുമാണ് വരുന്നതെന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കിയത് വെച്ചിട്ട് മമ്മൂക്കി എന്ന മൂത്തോൻ എന്ന ക്യാരക്ടറാണ് ഈ ഹോൾ വേൾഡിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബീങ്സിലൊത്ത്. അപ്പോൾ ഗുഹയിൽ അടച്ചിട്ട് ഈ ചാത്തൻ തിരികെ വരുന്നത് മൂത്തോനെ വരെ ഹണ്ട് ചെയ്യാനാണ്. സോ ആ ലെവൽ ഹയറാർക്കിയിലാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ജസ്റ്റ് ഈ മൈക്കിൾ ചാത്തനെ പിടിക്കാൻ വേണ്ടി മാത്രമല്ല വരുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ മമ്മൂക്കയുടെ മൂത്തോൻ പ്രോപ്പറായിട്ട് അടുത്ത സിനിമയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആദ്യ സിനിമയിൽ ജസ്റ്റ് ഒരു വോയിസ് കെമിയോ മാത്രമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അടുത്ത പാർട്ടിൽ ഈ ഒരു ഭ്രാന്തൻ ചാത്തൻ മൂത്തോനെയും പിടിക്കാൻ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഫേസ് റിവീലായിട്ട് തന്നെ ഇക്കയുടെ മൂത്തോൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ലോക 1 തുടക്കത്തിലെ ആനിമേഷൻ സീക്വൻസിൽ നിന്ന് തന്നെ ഏതോ ഒരാളെ ഗുഹയിൽ അകപ്പെടുത്തിയിട്ട് മറ്റൊരാൾ ഓടി രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്, അവിടെ മുകളിൽ പാറകളൊക്കെ വീഴുന്നതായിട്ട്. ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അങ്ങനെ ഗുഹയിൽ പെട്ടുപോയത് ഈ ഭ്രാന്തനായ ചേട്ടൻ ചാത്തനാണെന്നും അന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് മൈക്കിളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഗുഹയ്ക്കകത്ത് പെടുത്തിയത്. പക്ഷെ ഇപ്പോഴിതാ ഗുഹയും തകർത്ത് ചാത്തൻ വരികയാണ്. സോ മൂത്തോനടക്കം വലിയൊരു ഭീഷണിയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു യുദ്ധം തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ തന്നെ സഹായിക്കാൻ ചാർലി ഉണ്ടാകില്ലേ എന്ന് ഒടിയനോട് മൈക്കിൾ ചോദിക്കുന്നു. നോക്കാവുന്ന രീതിയിൽ പുള്ളി ചുമ്മാ പോകുന്നു. അപ്പോൾ ഒരു കാർഡ് എടുത്ത് ചാത്തനെ എറിയുകയാണ്. പക്ഷേ ഒടിയൻ തിരിഞ്ഞ് നിന്നിട്ട് ആ കാർഡ് എക്സാക്റ്റ് 2 വെട്ടുന്നു. സോ ഒടിയൻ്റെ ആ ഒരു സ്കില്ലുണ്ടല്ലോ, ഒരു പക്ക സ്പോർട്സ്മാൻ സ്കില്ല്, അതേപോലെ ഫൈറ്റിംഗ് സ്കില്ല്, അതൊക്കെ ഒറ്റ സീനിൽ പക്കായിട്ട് കാണിച്ചിരിക്കുകയാണ്, ഒറ്റ ഷോട്ടിൽ കാണിച്ചിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ആ ഒരു ഫൈറ്റിംഗ് സ്കില്ലൊക്കെ കണ്ടതാണ്. ഇവിടുത്തെ ഏറ്റവും മൈന്യൂട്ടായിട്ട് ചെറിയ രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒടിയൻ ഉണ്ടാകും, ചാത്തൻ ആയിരിക്കും ഏറ്റവും ഫോക്കസ്. ഇപ്പോൾ ലോക 1 എങ്ങനെയാണോ ചാത്തൻ വന്നത് അതുപോലെ ലോക 2 ഒടിയനും സെക്കൻഡ് ഹാഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടത്തിൽ കടന്നു വരികയും പിന്നീട് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ചാപ്റ്റർ 3 ഒടിയനിലേക്ക് സെറ്റപ്പ് ചെയ്യുകയുമായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ ഇവരുടെ ഒരു ഹോൾ കോൺവെർസേഷനിലെ ലൈവ് ആക്ഷൻ ഫുട്ടേജ് കഴിഞ്ഞിട്ട് ആനിമേഷനിലേക്ക് പോവുകയാണ്. ഗുഹ പൊട്ടിച്ച് വരുന്ന ഭ്രാന്തനായ ചേട്ടൻ ചാത്തനെ കാണിക്കുന്നു. ബാംഗ്ലൂരിലൂടെ ടൊവിനോടെ മൈക്കിൾ ചാത്തൻ നടന്നു പോകുമ്പോൾ ഈ ചേട്ടൻ ചാത്തൻ വന്ന് കഴുത്തിന് പിടിക്കുന്നു.
അപ്പോൾ അത് ക്യാമറ തിരിഞ്ഞ് മൊത്തത്തിൽ അപ്സൈഡ് ഡൗൺ ആവുകയാണ്. അതായത് പിന്നീട് ആ ഒരു 390 വരുന്ന ചാത്തന്മാരെ ആകാശത്ത് കാണിക്കുമ്പോൾ എല്ലാം തലതിരിഞ്ഞാണ്. ബാംഗ്ലൂർ സിറ്റി തലതിരിഞ്ഞിട്ട് ഈ ചാത്തന്മാരെല്ലാം ഇങ്ങനെ ആകാശത്ത് കാണുകയാണ്. സോ ഈ തലതിരിവിലൂടെ ഉദ്ദേശിക്കുന്ന ചാത്തൻ്റെ സ്വഭാവം തന്നെയാണ്. നമ്മൾ ലോക 1 വന്നു കഴിഞ്ഞാൽ എത്രയൊക്കെ സൂപ്പർ സംഭവങ്ങളുണ്ടെങ്കിലും നേരെ പോകുന്ന രീതിയിലുള്ള വാമ്പേഴ്സും മറ്റ് ക്യാരക്ടേഴ്സും ആയിരുന്നു. പക്ഷെ ചാത്തൻ്റെ കേസെടുത്താൽ അത്യാവശ്യം തലതിരിഞ്ഞൊരു എൻറ്റിറ്റി തന്നെയാണല്ലോ ചാത്തൻ. പുള്ളിയുടെ ഉള്ള പവേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള എബിലിറ്റീസ് ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. സോ ഈ കാണിക്കുന്ന ചാത്തന്മാർക്കെല്ലാം പലതരത്തിലുള്ള എബിലിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. മൈക്കിൾ ചാത്തനെ നമ്മൾ ഓൾറെഡി കണ്ടു, ഒരുപാട് എബിലിറ്റീസ് ഉള്ള ഇതെല്ലാം ഫണ്ണായിട്ട് കാണുന്ന ഒരാളാണ്. പക്ഷേ ക്രൂരതയ്ക്ക് വേണ്ടിയിട്ട് ഇതേ എബിലിറ്റീസ് യൂസ് ചെയ്യുന്ന മറ്റ് ചാത്തന്മാരുണ്ട്. അത്തരത്തിലുള്ളവരാണ് ഈ ഭ്രാന്തൻ ചാത്തൻ്റെ സൈഡിലുണ്ടാവുക. അപ്പോൾ ഈ ചാത്തന്മാർ തമ്മിലുള്ളൊരു വലിയ കോൺഫ്ലിക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു ചാത്തൻ ഡൈനാസ്റ്റി എന്നൊരു സെറ്റപ്പ് പോലെയാണ് വരാൻ പോകുന്നത്. നല്ലവരായ ചാത്തന്മാരും ഈവിൾ ചാത്തന്മാരും. നല്ലവരായ ചാത്തന്മാരെ ലീഡ് ചെയ്യുന്നത് മൈക്കിളാണെങ്കിൽ ഈവിൾ ചാത്തന്മാരെ ലീഡ് ചെയ്യുന്നത് ഭ്രാന്തനായിട്ടുള്ള ചേട്ടൻ ചാത്തനാണ്. ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും ഇവരെ ബാക്ക് ചെയ്യുന്ന മൂത്തോനും ഇഷ്താറും ഒക്കെ തന്നെ ആയിരിക്കും പാർട്ട് 2 ഏറ്റവും മെയിനായിട്ട് വരാൻ പോകുന്ന പ്ലോട്ട്. പിന്നെ മറ്റൊരു കിടിലൻ റെഫറൻസ് ആയിരുന്നു 6-ാം തമ്പുരാനിലേത്. അവൻ വരും, ചാത്തന്മാരെ അവൻ കൊണ്ടുവരും എന്നുള്ള ഡയലോഗ് പ്രത്യേകം എഴുതി കാണിക്കുന്നവരും ഡയലോഗ് പോരാഞ്ഞിട്ട്. മുമ്പ് അവനിവിടെ വരും, കോലവും വാങ്ങിക്കാൻ വന്നവൻ, ചാത്തന്മാരവനെ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാം, 6-ാം തമ്പുരാനി പറയുന്ന ഡയലോഗാണ്. ലോക ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഡയലോഗുകൾ ഒന്നായിരുന്നു അത്. അപ്പോൾ ഇവിടെ അത് അതേപടി എഴുതി കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ വരുമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ടോവിനോയുടെ ഒടിയൻ അഥവാ ചാർലിയാണ്. ചാത്തന്മാരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ചാർലിയെ കൊണ്ടുവരും എന്ന രീതിയിലാണ് ഇവിടെ ആ ഒരു റെഫറൻസ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ലോക ചാപ്റ്റർ 2 എന്ന് മാത്രമാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. എന്താണ് സബ് ടൈറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് ചന്ദ്ര എന്ന് കണ്ടതുപോലെ എന്താണ് ഇവിടുത്തെ ഒരു മെയിൻ ഫോക്കസ് എന്നുള്ളത് കാണിക്കുന്നില്ല. നമ്മൾ നേരെ എക്സ്പെക്ട് ചെയ്ത് ലോക ചാപ്റ്റർ 2 ചാത്തൻ എന്നായിരിക്കും എന്നാണ്, അല്ലെങ്കിൽ ചാത്തന്മാർ എന്നായിരിക്കും എന്നാണ്. കാരണം ചന്ദ്ര ചാത്തൻ റൈമിങ് ആവുന്നുണ്ടല്ലോ. പക്ഷേ നമുക്കറിയില്ല ഏതാണ് ഈ ചെയ്യാൻ പോകുന്നതെന്ന്. ഇവിടെ ജസ്റ്റ് ചാപ്റ്റർ 2 എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേഫാറിൻ്റെ അല്ലെങ്കിൽ ലോക സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഗോ കാണിക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ എഴുത്തുകളുണ്ട്. ഇത് ആക്ച്വലി ഈജിപ്ഷ്യൻ ഹെയറോഗ്ലിഫിക്സ് ആണ്, അതായത് പുരാതന ഈജിപ്തിലെ ലാംഗ്വേജ് ആണ്. പുരാതന ഈജിപ്തും കേരള ഫോക്ലോർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കാന്തമല എഴുതുന്ന നോവൽ സീരീസാണ്. ടോട്ടൽ 3 നോവലാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പ്ലോട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ പഴയൊരു ഫറവോ, അഖിനാഥൻ എന്നാണ് ആ ഫറവോയുടെ പേര്, ഈ ഒരു ഫറവോയും കേരളവും തമ്മിലുള്ള കണക്ഷൻ. ഇതാണ് എനിക്കൊരു നോവൽ മേടിച്ച് വായിക്കാനുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും, ഈജിപ്തും കേരളവും തമ്മിലുള്ള കണക്ഷൻ, അല്ലെങ്കിൽ ഫറവോയും കേരളവും തമ്മിലുള്ള കണക്ഷൻ. പിന്നെ അത് കൂടാഞ്ഞിട്ട് ഗ്രീക്കും, പിന്നെ നമ്മൾ ഹിറ്റ്ലർ പറഞ്ഞതുപോലെ ഇവിടെ അത്തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് കടന്നു വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മളിപ്പോൾ ലോക യൂണിവേഴ്സിൽ എന്താണോ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ വേറൊരു വേർഷൻ ഓൾറെഡി മലയാള ലിറ്ററേച്ചറിൽ കാന്തമലയിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. സോ താല്പര്യമുള്ള നോവൽ വായിച്ച് നോക്കാവുന്നതാണ്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോവലാണ്. ഇത്തരത്തിൽ എന്താണ് ഈ ലോകയിൽ വരാൻ പോകുന്നത് അതുപോലത്തെ കുറച്ച് ഐറ്റംസ് ഓൾറെഡി കാന്തമലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മേ ബി ഫ്യൂച്ചറിൽ ലോക യൂണിവേഴ്സിലും ഇത്തരത്തിൽ ഈജിപ്ഷ്യൻ കണക്ഷൻസ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിറ്റ്ലർ അടക്കമുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് മിത്തോളജീസ്, ഇപ്പോൾ ഓൾറെഡി മെസ്സപ്പൊട്ടോമിയ മിത്തോളജിയാണ് ഇഷ്താർ എന്ന ക്യാരക്ടർ ഉള്ളത്. അതുപോലെ തന്നെ ഈജിപ്തിലെ ഫറവോകളും മേ ബി ഫ്യൂച്ചറിൽ കണക്റ്റ് അയക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ ഒരു ചാർലി മൈക്കിൾ തമ്മിലുള്ള കെമിസ്ട്രി കണ്ടിട്ട് എനിക്ക് ഡെഡ്പൂൾ ആ മുൾബ്രെയിനാണ് ഓർമ്മ വന്നത്. രണ്ടും ഏകദേശം ഇതുപോലത്തെ ആണല്ലോ. ഡെഡ്പൂൾ എന്ന് പറയുന്നത് വളരെയധികം സില്ലി ആയിട്ടുള്ള എന്നാൽ പവേഴ്സൊക്കെ ഉള്ള ഒരു കിടിലൻ ക്യാരക്ടർ, വളരെയധികം ഫണ്ണി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷേ വൂൾവറിൻ എന്ന് പറയുന്നതോളം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ, പോളാർ ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതുപോലെ തന്നെയാണ് ഇവിടെ മൈക്കിളിനെയും ചാർലി എനിക്ക് തോന്നിയത്. മൈക്കിൾ ഡെഡ്പൂളിനെ പോലെയും ചാർലി വൂൾവറിനെ പോലെയും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ ഈജിപ്ഷ്യൻ ഹെയറോഗ്ലിഫിക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ഹൂഡഡ് ഫിഗേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊന്ന് സ്ത്രീയും ഒന്ന് പുരുഷനും ഒന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ഇത് ഒബ്വിയസ്ലി മൂത്തോനും ഇഷ്താറുമായിരിക്കും. ഇഷ്താർ എന്നൊരു ഫീമെയിൽ ബീയിങ് ലോക യൂണിവേഴ്സിലുണ്ടെന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ മെസ്സപ്പൊട്ടോമിയയിൽ ഇഷ്താർ എന്ന ബീയിങ്ങിനെ പറ്റിയിട്ട് തിയറീസ് പറഞ്ഞതായിരുന്നു, ഇഷ്താർ എന്ന നെയിം കാരണം. ഇപ്പോഴത്തെ ഒരു ഫീമെയിൽ ഫിഗറിനെ കാണിച്ചിരിക്കുകയാണ്. സോ നമുക്ക് കൺഫേം ചെയ്യാം ഇഷ്താർ ഈ ഒരു യൂണിവേഴ്സിൽ ഉണ്ടെന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ലോകയുടെ ലോഗോയാണ്. ലോക ചാപ്റ്റർ 1 ലോഗോയിൽ നമുക്കറിയാം ഒരു ഡാഗർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ആ ഒരു സിനിമയിൽ തന്നെ കാണിക്കുന്ന ഡാഗറിനെയാണ് സൂചിപ്പിച്ചത്, ചന്ദ്രയാണ് സൂചിപ്പിച്ചത്. ലോക 2 വരുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കിൾ ചാത്തൻ്റെ കയ്യിലുള്ള കാർഡ്സിനെ സൂചിപ്പിക്കുന്ന പോലെ ലവും ഡയമണ്ടും അങ്ങനെ കാർഡ്സിലെ സിമ്പിളുകൾ ഉടനീളം കാണാം. മാത്രമല്ല ചുവന്ന ലോഗോയാണ് ലോഗോ ചാപ്റ്റർ 2 ഉള്ളത്. സോ ഇതും ചാത്തൻ്റെ ആ ഒരു ചുവപ്പിലേക്ക് റെഫറൻസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ലുട്ടാപ്പി അടക്കം നമ്മൾ കണ്ടിട്ടുള്ള ചാത്തന്മാരൊക്കെ ചുവന്ന കളറാണെന്നാണല്ലോ മോസ്റ്റ്ലി മിത്തിലുള്ളത്. സോ അതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് ഈ ഒരു ലോഗോ കളറിലൂടെ ഇവർ കാണിച്ചിരിക്കുന്നത്. ലോക യൂണിവേഴ്സിറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി കല്യാണ് ഈ ഒരു ഗ്രൂപ്പിനെ പറ്റി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. When you said that, sorry, there's a WhatsApp group I think called what? Yeah, there's a WhatsApp group with 600 members called Loka Theories or something like Loka Spoil. Yeah, I'm not kidding, 600 members. So
അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണം താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ വിട്ടേക്കാം. അതേപോലെ ലോക 2ൻ്റെ ഗ്ലിംസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ തോട്ട്സ് എന്താണ്, പാർട്ട് 2 എന്തൊക്കെ വരാൻ സാധ്യതകളുണ്ട്, ഇതിന്ന് ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ ലോക ആൻഡ് അതർ മൂവി സീരീസിലെ വീഡിയോസിനായി ഷോഡൗൺ ടാക്കീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.